നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മളായിരിക്കുന്ന ബന്ധങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്, ആസ്ക് യുവർ സെൽഫ്, ഡസ് ദിസ് പേഴ്സൺ മേക്ക് മീ ഫീൽ ഇമ്പോർട്ടൻറ്റ്, റെസ്പെക്റ്റഡ് ആൻഡ് ചെറിഷ്ഡ്? സ്വയം ചോദിക്കുക. ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു വ്യക്തിയായിട്ടും അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുകയും വിലമതിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തോന്നുന്നുണ്ടോ? If your answer is no, then you need to reconsider the role in your life. നമ്മുടെ ആൻസർ നോ ആണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ റിലേഷൻഷിപ്പ് ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. കാരണം we all deserve a special place. Only the person who never makes you feel like an option deserve a special place in your heart. നമ്മളെ ഒരു ഓപ്ഷനായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് കൊടുത്ത് നമുക്ക് നിർത്താൻ പറ്റില്ല. അതുമാത്രമല്ല, ആ റിലേഷൻഷിപ്പിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും ഡിസേർവ് സ്പെഷ്യൽ പ്ലേസ് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഒരു ഓപ്ഷനായിട്ട് കാണാതെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഓപ്ഷനായിട്ട് ആരെങ്കിലും ട്രീറ്റ് ചെയ്യുന്നൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ എങ്കിൽ അതിൽ നിന്ന് പിന്മാറാനായിട്ടും അല്ലെങ്കിൽ അതിലെ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. നമ്മളൊരു ഓപ്ഷനായി തോന്നിക്കാത്ത വ്യക്തി മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നമ്മൾ അർഹിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബന്ധങ്ങളിൽ മാത്രമാണ് ഒരു മീനിങ് കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ. സീക്കിംഗ് റിലേഷൻഷിപ്പ് വേർ യു ആർ വാല്യൂഡ് ആൻഡ് പ്രയോറിറ്റൈസ്ഡ്. നമ്മളെ വിലമതിക്കുകയും നമ്മൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന ബന്ധങ്ങളിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ബന്ധങ്ങളിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ ഓപ്ഷനായി കാണുന്ന ബന്ധങ്ങൾ പലപ്പോഴും ഒരു അൺസർട്ടിനിറ്റിയിലേക്കും അല്ലെങ്കിൽ നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വേദനയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. അൺസർട്ടിനിറ്റി ആൻഡ് പെയിൻ. റിഫ്ലക്റ്റ് ഓൺ ടൈംസ് വെൻ someone made you feel uncertain about your place in their life, causing doubt and insecurity. ഒന്ന് ചിന്തിച്ച് നോക്കേ, നമ്മൾ അൺസർട്ടൈൻ ആയിട്ട് നമ്മളുടെ റോൾ എന്താണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ ചില ബന്ധങ്ങളിൽ അകപ്പെട്ടു പോവാറുണ്ട്. ആ ബന്ധങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അല്ലെങ്കിൽ അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ലോ സെൽഫ് എസ്റ്റീമും ഒരു സെൽഫ് ഡൗട്ടും ഇൻസെക്യൂരിറ്റീസും ഒക്കെ മറ്റൊരാളോട് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വേദനയാണ്. ആ ഒരു സംശയവും ഒരു അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുകയും പിന്നെ ഇതൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കും എത്തിപ്പെടാറുണ്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദ അൺസർട്ടിനിറ്റി ആൻഡ് ദ പെയിൻ യു ആർ ഗോയിങ് ത്രൂ. ഇപ്പം നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇത്രയും റെസ്പെക്റ്റും അല്ലെങ്കിൽ അർഹതയും ഞാൻ അർഹിക്കുന്നുള്ളോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒന്നാണ്. വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കോൺട്രാസ്റ്റ് ദിസ് വിത്ത് റിലേഷൻഷിപ്പ് വേർ യു ഫെൽറ്റ് വാല്യൂഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഹൈലൈറ്റിംഗ് ദ പ്രൊഫൗണ്ട് ഡിഫറൻസസ്. ഞാൻ നേരത്തെ ചിന്തിക്കാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പ് ആലോചിക്കുക വേർ യു വെർ ഫീലിംഗ് വാല്യൂഡ് ആൻഡ് യു വെർ ഫീലിംഗ് ഇമ്പോർട്ടൻറ്റ്. ചില ബന്ധങ്ങളിൽ നമ്മളുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ചില ബന്ധങ്ങളിലൊക്കെ നമ്മളൊരു വാല്യൂവും ഒരു ഇമ്പോർട്ടൻസും ഒക്കെ ഫീൽ ചെയ്ത റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ നമ്മൾ അനുഭവിച്ചൊരു സമാധാനം, ആ ഒരു ഡിഫറൻസസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മളിപ്പോൾ പോകുന്ന എന്തൊരു വലിയൊരു മാനസിക സമ്മർദ്ദമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങളെ സഹായിച്ചേക്കാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ റൈറ്റ് പേഴ്സൺ വിൽ നെവർ മേക്ക് യു ക്വസ്റ്റ്യൻ യുവർ സെൽഫ് വർത്ത് ഓർ യുവർ പ്ലേസ് ഇൻ ദെയർ ലൈഫ്. നമ്മളൊരു റൈറ്റ് പേഴ്സൻ്റെ കൂടെയാണ് ഉള്ളതെങ്കിൽ അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെൻ സമ്മൺ ട്രീറ്റ്സ് യു ആസ് എൻ ഓപ്ഷൻ, ഇറ്റ് ഇറോഡ്സ് യുവർ സെൽഫ് എസ്റ്റീം ആൻഡ് ക്രിയേറ്റ്സ് ആൻസൈറ്റി. പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ആളുകൾ വളരെ ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ വളരെയധികം ത്രെറ്റൻഡ് ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സെൽഫ് എസ്റ്റീമും അല്ലെങ്കിൽ സെൽഫ് വർത്തും നഷ്ടപ്പെട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു അമിതമായ ഒരു ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു രീതിയിലേക്ക് മാറുന്നൊരവസ്ഥയും കണ്ടുവരാറുണ്ട്. ഇറ്റ് ജസ്റ്റ് ബിക്കോസ് അവരുടെ സെൽഫ് വർത്തും ദേ ആർ നോട്ട് റിയലൈസിങ് ദ പ്ലേസ് ഇൻ ദ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്.
Conversely, someone who constantly prioritizes you helps you build കോൺഫിഡൻസ് ആൻഡ് ഇമോഷണൽ വെൽബീങ്. നമ്മുടെ കൂടെ എപ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് വാല്യൂം തരുന്നൊരു വ്യക്തിയാണ് എങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മുടെ സെൽഫ് വർത്ത് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ദ റൈറ്റ് പേഴ്സൺ വിൽ നെവർ മേക്ക് യു ക്വസ്റ്റ്യൻ യുവർ സെൽഫ് വർത്ത് ഓർ യുവർ പ്ലേസ് ഇൻ ദെയർ ലൈഫ്. ആത്മാഭിമാനം ശരിയായ വ്യക്തികൾ ഒരിക്കലും നമ്മുടെ ആത്മാഭിമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം ചോദ്യം ചെയ്യുകയോ ഇല്ല. മാത്രമല്ല, നമുക്കൊരു ആത്മാഭിമാനം ഇല്ലാണ്ടാകുമ്പോൾ അത് നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുകയും നമ്മുടെ ആത്മാഭിമാനം കുറഞ്ഞു വരുമ്പോൾ നമ്മളൊരു ഓപ്ഷനായി കണക്കാക്കപ്പെടുമ്പോൾ നമ്മൾ സ്വയം ഇല്ലാതാവുകയും ഒരുപാട് ആൻസൈറ്റിയിലേക്ക്, മാനസിക സമ്മർദ്ദത്തിലേക്ക് പോവുകയും ഒരുപാട് മാനസിക അനാരോഗ്യ അവസ്ഥകളിലേക്കും എത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബിൽഡ് യുവർ കോൺഫിഡൻസ്. Someone who consistently prioritizes you helps you build confidence and emotional well-being. എപ്പോഴും ഒരു ഓപ്ഷനായി നിൽക്കാതെ, നമ്മൾ ഓപ്ഷനായിട്ട് കാണുന്നൊരു വ്യക്തിയുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മളായിരിക്കുന്ന ബന്ധങ്ങൾ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. റീകൺസിഡർ യുവർ റോൾ. ഇഫ് ദ ആൻസർ ഈസ് നോ, ദെൻ റീകൺസിഡർ റോൾ ഇൻ ലൈഫ്. നമ്മൾ എത്ര സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളൊരു ഓപ്ഷനായിട്ട് മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ മാറുന്നതെങ്കിൽ അത് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി സ്വയം പറയണം, വി ഡിസേർവ് എ പ്രയോറിറ്റി. യു ഡിസേർവ് സമൺ ഹൂ മേക്സ് യു ഫീൽ ലൈക്ക് എ പ്രയോറിറ്റി. ഇത്രേ ഉള്ളൂ. The only person that deserves a special place in your heart is the one who never makes you feel like you are an option. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നമ്മളെ പ്രയോറിറ്റിയോടുകൂടി, ഇമ്പോർട്ടൻ്റോടുകൂടി, റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു വ്യക്തിയിലെ ആയിരിക്കണം. അവരിൽ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ പലതരം മാനസിക സംഘർഷത്തിലേക്ക് നമ്മൾ സ്വയം ചെന്ന് ചാടുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. So take care of yourself, take care of your relationships. Thank you.